ഈ പറമ്പ് പറഞ്ഞാണ് ജോസഫേട്ടൻ്റെ പറമ്പ് കൂടെ എടുത്തിരിക്കുന്നത്. ജോസഫേട്ടൻ്റെ പറമ്പ് വെട്ടാൻ ആളില്ലെന്നേ, അതുകൊണ്ട് ഞാൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞതാ. പിന്നെ ആയ കാലത്തല്ലേ സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ വീട്ടിലൊന്നും സൗകര്യം ഇല്ലാഞ്ഞിട്ടാണോ പറമ്പി വന്നിരിക്കുന്നേ? അയ്യോ അല്ല, ഞാൻ റബ്ബർ വെട്ടുന്നത് നോക്കി പഠിക്കുകയായിരുന്നു. ആ നോക്കി പഠിച്ചാ എങ്ങനെയാ? ദേ പൈസേട്ടായി ആ കത്തി അങ്ങ് കൊടുത്തേ. അവന് വെട്ടാൻ പഠിക്കാൻ പറ്റുന്നല്ലോ. ചെല് അല്ല ഇവിടെ പഠിക്കായിരുന്നു. ഇരിക്കും അത് വെട്ടാൻ ഇവിടെ ആളില്ലായിരിക്കുമായിരുന്നു. ചിഞ്ചുവിനെ ഇപ്പോൾ ഇത്രയും പണിയെടുക്കുന്ന ഒരു കൊച്ചിനെ ഈ പരിസരത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിഞ്ചു എന്തോരം പണി ചെയ്യുന്നേ. രാവിലെ പശുവിനെ കറക്കും, റബ്ബർ വെട്ടാൻ പോവും. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? ആ എന്നാ റബ്ബർ വെട്ടിക്കോ. അല്ലെങ്കിൽ ഞാനേ പിന്നെ ഇത് പഠിക്കാൻ വരാം. കത്തി ഇവിടെ വെച്ചിട്ട് പോ. ഓ സോറി. അപ്പൊ ഇങ്ങനെ അടയ്ക്കാം. ആ ഇവിടെ ഓടക്കുഴല് വായിക്കുന്നേ ഉള്ളോ? എടി ഈ ക്രാവിന് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് പോയത്. പക്ഷെ എന്ത് പൊരിഞ്ഞായിരിക്കും നിൽക്കുന്നത്. അതിന്റെ തള്ളയാണെങ്കിൽ ഒന്നും കൊടുക്കത്തുമില്ല പാല്. എന്റെ പൊന്നൊന്നും കുടിച്ചില്ലേടി നീ? അമ്മ തരാം കേട്ടോ കാടി. കൊടു അമ്മ കൊടു. ഇവിടം വരെ ആയതേ ഉള്ളൂ. എന്തേലും ഒന്ന് അനങ്ങി ചെയ്യടി. പെൺപിള്ളേരെ ചക്ക വേണോടി? അയ്യോ വേണ്ട, ഞാനേ ഇവിടെ കഴിക്കത്തുള്ളൂ. ഇവള് പിന്നെ കുറച്ച് പരിഷ്കാരിയായി, നൂഡിൽസ് അങ്ങനെയുള്ള തീറ്റയൊക്കെ തിന്നത്തുള്ളൂ. ഇപ്രാവശ്യം സണ്ണിച്ചൻ്റെ അടുത്തോട്ടെ ഒരു ഫാമിലി പോകണുണ്ട്. അവരുടെ കയ്യിൽ കുറേ ചക്ക വറുത്തൊക്കെ കൊടുത്തു വിടാനായിട്ട് അവൻ പറഞ്ഞേ. ഇനിയിപ്പോൾ ഇത് വറുത്ത് വെച്ച് പെരുമ്പാവൂര് കൊണ്ട് കൊടുക്കണം. അവിടെ നിന്ന് അവരങ്ങ് പോണേ. ഇനിയിപ്പോൾ എന്നാൽ ഞാനേ ചക്ക പുഴുങ്ങുമ്പോൾ ഞാൻ നിനക്ക് ഇച്ചിരി തരാം. ആ മതി. ആ ശരി എന്നാ. മുളകിട്ടല്ലേ വെച്ചതെന്ന് പൂച്ചയാന്ന് വാങ്ങി രുചിയായിട്ടൊന്നും വെച്ചിട്ടില്ലേ ഇവിടെ? അല്ല വിളിച്ചു പറഞ്ഞിട്ട് വരണ്ടേ, നല്ല എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. അയനാടി എന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് വിളിച്ചിട്ട് വരണോ? അത് പിന്നെ ചേച്ചിക്ക് അറിയത്തില്ലേ, മാസാവസാനം ആകുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് സ്നേഹം കൂടുന്നു. അയനാടി ആക്കി ഒരു സംസാരം. ചേട്ടായി നാത്തൂനും പോയെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ ബസ്സും പിടിച്ച് പിന്നെ ഓട്ടോയിലും കയറി ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാനങ്ങ് എന്റെ പ്രാണം കത്തിപ്പോയി. നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് ഈ പട്ടിക്കാട്ടി കിടക്കാതെ ടൗണിലോട്ട് വല്ലതും പോകാൻ. അപ്പൊ എനിക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടോ? ഞങ്ങൾ ഈ പട്ടിക്കാട്ടി കിടക്കുന്നോണ്ടാ മാസാവസാനം വന്നും ആദായം പറ്റുന്നത്. എനിക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമാ. അപ്പനും അപ്പൂപ്പിനും ഒക്കെ തന്നേനെ വീതം. അപ്പൊ അമ്മായി രാഖി രാമാനി ഇവിടെ ഇറങ്ങിപ്പോയതല്ലേ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ എല്ലാരെയും നാണം കെടുത്തിട്ട്. അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റബ്ബർ ഷീറ്റ് എവിടെയാ കിടക്കുന്നത്? ഞാൻ ടൗണിലോട്ട് പോകുന്നുണ്ട്. റബ്ബർ ഷീറ്റ് വല്ലതും കൊടുക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്തേക്കാം. റബ്ബർ ഷീറ്റിന് കാര്യത്തിൽ തീരുമാനം. അയ്യോ ഞാൻ താഴെ ചാട്ടേ. പിടിക്കണോ? ആരെങ്കിലും വിളിക്കട്ടെ? ആരും ഇല്ലല്ലോ. അയ്യോ എന്നെ ഒന്ന് പിടിച്ചു കയറ്റാവോ? തൊട്ടോട്ടെ. അയ്യോ നന്ദുന്റെ വെപ്രാളം കണ്ടവർക്കുമല്ലോ നന്ദുന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കുമെന്ന്. എടി ഒന്ന് കേറി വാ. ഞാൻ പറഞ്ഞാണോ നിന്നോട് ഞാൻ പാല് മേടിക്കാൻ പൊക്കോളാന്ന്? അവൾ എന്നോട് വഴക്കുണ്ടാക്കിപ്പോയോ? നന്നായി പോയി.
മിന്നു ചേച്ചിയോട് അങ്ങനെയൊന്നും പറയില്ലേ, നമുക്ക് ആശുപത്രി പോയാലോ? വല്ല പറ്റിയോ? പാലിട്. പാലും മറിച്ച് കളഞ്ഞ്. ചിഞ്ചു സൂക്ഷിച്ച്, ഞാൻ വേണേ പിടിക്കാം, അത് താഴെ വീഴും. നല്ലൊരു ചാൻസ് കളഞ്ഞല്ലോ. ഉപ്പിട്ടാ മതിയേ, ആ കുറച്ചിട്ടാ മതി. ആ ഭയങ്കര ചൂടാവും പണിയെടുത്തിട്ട് വരുമ്പേ. അതിനാ ഫ്രഷായിട്ട് തണുത്ത സോണനാരങ്ങളം കുടിച്ചാൽ മതി. ആ നമ്മുടെ നാട്ടിലെ പരിഷ്കാരി വന്നല്ലോ. ഡീ ബാ, നാരങ്ങളും കുടിച്ചിട്ട് പോ. ഞാൻ ടൗണിൽ ഷേക്ക് കുടിച്ചതാ. ഏത്തക്കാപ്പം കഴിക്കാം. ഞാൻ ഷവർമ കഴിച്ചതാ. നിക്ക് ഞാനും വരുത്. തന്നെ വന്നാ മതി നീ. ചേച്ചി എന്റെ പറ്റിൽ എഴുതിയരേ. പറ്റു കുറേ ആയി. ദേ ചേച്ചി കവലിൽ നിന്ന് നാരങ്ങവെള്ളം കുടിക്കുന്നുണ്ട്. ഓ നിങ്ങളിങ്ങനെ നിന്നാ ഒന്നും ചേച്ചിക്ക് മനസ്സിലാത്തൊന്നുമില്ല. ഒരു ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് അങ്ങ് പ്രപ്പോസ് ചെയ്യുന്നേ. എനിക്ക് അളവൊന്നും അറിയത്തില്ല. ഒരു എസ് അങ്ങ് മേടിച്ചോ. എസോ? സ്മോള്. അല്ല ഒരു എസ് എടുത്ത്, അല്ല അല്ല ഒരു ഡ്രസ്സ് എടുത്തിട്ട് പറയാം. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാലും. എന്നോട് പറഞ്ഞ ഡയലോഗ് ജോസഫേട്ടൻ അത് വരൂ, ആ കട്ടി ശരിയാവത്തില്ല. വെച്ചോ വെച്ചോ. എന്നിട്ട് ചെയ്യാത്ത ആള് ചെയ്യുന്ന പോലെ ഇല്ലേ? ഇവിടെ നിന്നല്ലായിരുന്നു ഷോട്ട്, ഇവിടെ നിന്ന് ലുക്ക് മാറ്റി. ഓട്ടോയും പിടിച്ച് ഇവിടെ വന്നത് കേൾക്കാം, ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാം. ക്യാമറ നോക്കിയോ? പക്ഷെ ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മുടെ അമ്മായിക്ക് അമ്മയോട് ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. മലയാളം ഡയലോഗ്സ് ദാറ്റ് ആർ ഗോയിങ് വൈറൽ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. പറയട്ടെ, ഇതിനകത്ത് 3 എണ്ണം എടുക്കുന്നതായിട്ട് മനസ്സിലാക്കരുത്. സോഡ എടുക്കാൻ പോക്കോട്ടെ. അതൊക്കെ നോക്കോ. നോർമലി ചെയ്യണ ആ നമ്മുടെ നാട്ടിലെ പരിഷ്കാരി വന്നല്ലോ. ആക്ഷൻ അവിടെ പറയും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആക്ഷൻ ആയിരുന്നു. ആ നമ്മുടെ നാട്ടിലെ പരിഷ്കാരി വന്നല്ലോ. ശരിയാക്കിയപ്പോ നീ എന്തിനാ കൗണ്ടർ അടിച്ചത്? ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ച് ശുദ്ധമാക്കും. ശരി, കവലയിലൊക്കെ പോകുന്നല്ലേ, ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് എന്തോ എങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത ഇറങ്ങിയോ? ഒന്നും പറയടി. കവല